എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ബിജെപി എലപ്പുള്ളി മണ്ഡലം കമ്മിറ്റി എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യക്കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ അടിമുടി ദുരൂഹതയാണെന്ന് സി കൃഷ്ണകുമാർ ആരോപിച്ചു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശത്തിന് വില്ലേജും RTOയും അനുമതി നിഷേധിച്ചിട്ടും ഗ്രീൻ ചാനലിലൂടെ അനുമതി ലഭിച്ചതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് പങ്കുണ്ട്. വാട്ടർ അതോറിറ്റിയിലും സർക്കാരിലും വ്യത്യസ്ത രേഖകൾ ഹാജരാക്കാനും അനുമതി നേടാനും കളമൊരുക്കിയത് ഭരണ സംവിധാനമാണ്. പഞ്ചായത്ത് അനുമതി നൽകിയില്ലെങ്കിൽ അനുമതിക്കെതിരെ പഞ്ചായത്ത് നിയമപോരാട്ടം നടത്തണം. പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്ഥലം വാങ്ങിക്കൂട്ടിയതും അന്വേഷിക്കണം. കോടികളുടെ കമ്മീഷനാണ് വികസനമെങ്കിൽ ആ വികസനം പാലക്കാട് നടപ്പിലാവില്ലെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. 18 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് കുടിവെള്ളം എത്തിക്കാനുള്ള ഫിൽട്ടർ പ്ലാന്റ് അവിടെ നിർമ്മിച്ചത്. ആ ഫിൽട്ടർ പ്ലാന്റാണ് മദ്യക്കമ്പനിക്കായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ കുടിവെള്ളത്തിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഉപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുണ്ട്. മലമ്പുഴ ഡാമിലെ വെള്ളം പഞ്ചായത്ത് കൂടി അറിഞ്ഞിട്ടാണെന്നാണ് പ്രതിഷേധം. ഈ സ്ഥലം വാങ്ങിക്കൊടുത്തത് ആരാ? കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അപ്പുക്കുട്ടൻ. അദ്ദേഹമാണ് ഇതിന്റെ ഇടനിലക്കാരൻ. കോൺഗ്രസിന്റെ ഹരിചന്ദ്രൻ ചമേലക്ക ഈ പ്രദേശത്തെ ജനങ്ങൾക്കറിയാം. കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട്. കോൺഗ്രസിന്റെ അനൌദ്യോഗികമായിട്ട് ഈ കമ്പനിയുടെ ആളുകൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ഹരിചന്ദ്രനാണ് എന്നുള്ള ആ വാദമൊന്നും നിലനിൽക്കില്ല. ഭരണസമിതി പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ബിജെപിയുടെ സ്റ്റാൻഡ്? ബിജെപി ഒരു കാരണവശാലും പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഈ പ്ലാന്റ് ഒരു കാരണവശാലും ഇവിടെ അനുമതി കൊടുക്കുന്നത് പ്രമേയത്തിന് അതായത് അനുകൂലമായിട്ടുള്ള നിലപാടാണ് തീരുന്നത്. ബിജെപി ജനങ്ങൾക്കൊപ്പമാണ്, പാലക്കാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ്, എലപ്പുള്ളി പഞ്ചായത്തിലെ കർഷകർക്കൊപ്പമാണ്, ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ്. ഈ പ്ലാന്റ് ഇവിടെ വരാൻ കോൺഗ്രസും CPM ഒന്നിച്ചു നിന്നാൽ പോലും ഞങ്ങൾ ഈ പ്ലാന്റ് ഇവിടെ വരാൻ. പക്ഷേ മന്ത്രി പറയുന്നത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഒരു കമ്പനിയാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. മന്ത്രിയുടെ എന്ത് വാദമാണത്? എത്തനോൾ പ്ലാന്റിനാണ് കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തനോൾ പ്ലാന്റ് ആണ് ആദ്യം ആരംഭിക്കാൻ പോകുന്നത്. എത്തനോൾ പ്ലാന്റിന്റെയും ENA പ്ലാന്റിന്റെയും മറവിൽ ഇവിടെ സംസ്ഥാന സർക്കാർ മദ്യക്കമ്പനിക്ക് അനുമതി കൊടുത്തിരിക്കുക. ബോട്ട്ലിംഗാണ് ആദ്യം വരുന്നത്. രണ്ടാം ഘട്ടമാണ് സർക്കാരിന്റെ ഓർഡറിൽ പോലും പറയുന്നത് എത്തനോൾ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ കാര്യം. എലപ്പുള്ളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. BJP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. BJP ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ, OBC മോർച്ച പ്രസിഡന്റ് M ഷൺമുഖൻ, സുരേഷ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.